കേരളത്തിന് ഇതെന്തു പറ്റി? ചിലയിടത്ത് പീഡനം, ചിലയിടത്ത് മയക്കുമരുന്ന്. എന്താ ആരും ഒന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ? സഹിക്കുന്നതിനും അപ്പുറത്താണിത്. നശിക്കുന്ന യുവാക്കളെ നമുക്ക് രക്ഷിക്കാൻ ശ്രമിക്കാം. സമൂഹത്തിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുകയാണെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. ലഹരി ഉപയോഗിക്കരുത്, ഉപയോഗിക്കാൻ അനുവദിക്കരുത്. മയക്കുമരുന്നിന് അടിമകൾ വലിയ വില കൊടുക്കേണ്ടി വരും. സംപൂജ്യരായ കലാസ്നേഹികൾക്ക് ഉർവശി തിയേറ്റേഴ്സിന്റെ അഭിവാദനങ്ങൾ. ഉർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്ന മൂന്നാമത് നാടകം നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. ഒരു നാടിനുടലാകെ ുടയാക്കും കെടുകാലം പുതിയേ വീഴും ചുടു കണ്ണീർ കടൽ നീന്താൻ അരുതാതെ എങ്ങും പുരുഷാരം തല താഴ്ത്തി കഴിയേ വാടുന്ന കണ്ണാൽ തേടുന്നതാരെ താങ്ങായി നയിക്കാൻ നീ മാത്രമേ. പേരില്ല യോധാവായി മണ്ണും നീരേഴും കാക്കും ഇരുൾനാഥനേ. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരുമാണ് എന്റെ ഹീറോസ്. യു സീ ദ ഐറണി ഡോണ്ട് യു? 3 പേരും തോറ്റുപോയവരാണ്. പക്ഷെ ഞാൻ തോക്കില്ല, കാരണം എന്റെ കയ്യിൽ തോക്കുണ്ട്. സോറി, ഡയലോഗ് മാറിപ്പോയി. അസ്സലാമു അലൈക്കും ബായ്. ശരി ബായ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ബായ്. എന്റെ ബായ് കാലത്തിന് മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറയുന്നില്ല, എന്റെ ബായ് പറയാൻ വരുന്നുണ്ട്. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. കൂവല് കൊള്ളാം മക്കളെ, പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. തന്റെ തന്തയല്ല എന്റെ തന്ത. തോക്ക് താഴെയിടടാ. നിന്റെ ബായിയാ പറയുന്നത് തോക്ക് താഴെയിടാൻ. അയ്യോ സോറി, ക്യാരക്ടറിൽ നിന്ന് പോയി. ബായ്, കേരളത്തിലെ കാര്യങ്ങൾ അല്പം സീരിയസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അർജന്റായി ബായിയോട് വരാൻ പറഞ്ഞത്. ശരിയാണ് മസൂദ്. ഫാദർ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഫാദർ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇവളെയും കൂട്ടി നിന്റെ മുന്നിൽ വന്നത് ഒരപേക്ഷയുമായിട്ടാണ്. എന്താണ് ഫാദർ? നമ്മുടെ നാട്ടിലെ യുവത്വത്തെ കാർന്നു തിന്നുന്നൊരു ശാപമാണ് മയക്കുമരുന്ന്. നിർഭാഗ്യവശാൽ പുതിയ തലമുറ ഈ ട്രെൻഡിന്റെ പുറകെ പോയി ഇതൊരു ട്രാപ്പാണെന്ന് മനസ്സിലാക്കാൻ വൈകുന്നു. അങ്ങനെ ഒരു ട്രാപ്പിൽ നമ്മുടെ കുഞ്ഞും പെട്ടിട്ടുണ്ട് സ്തപാനെ. ഈ തലമുറയെ നീ രക്ഷിക്കില്ലേ? സ്റ്റീഫൻ കുറെ വേദനിപ്പിച്ചിട്ടുണ്ടെന്നറിയാം. എന്റെ അച്ഛന്റെ സ്നേഹം അതെനിക്ക് പങ്കുവെക്കാൻ വയ്യായിരുന്നു. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഒരിക്കലും ഉണ്ടാകുമെന്ന് രാംദാസ് സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഭായ്, ഈ സമയത്ത് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണെന്ന് അറിയില്ല. ഞാനൊന്ന് മൂത്രമൊഴിക്കാൻ പോകട്ടെ. പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം. ഈ തൂക്കിയിട്ട് നടക്കുന്നത് അയ്യോ പൊട്ടുന്നതാണോ? എന്റെ അമ്മയെ നഷ്ടപ്പെട്ടപ്പോൾ അതിന് ഞാൻ നിന്നെ വെറുത്തിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ഒരു നിസ്സഹായ അമ്മയായാണ് നിന്റെ മുന്നിൽ നിൽക്കുന്നത്. നിരപരാധിയായ എൻ്റെ മകളെ രക്ഷിക്കില്ലേ സ്റ്റീഫ? ഞാൻ യാചിക്കുകയാണ്, പ്ലീസ്. കരയല്ലേ മോളെ, എന്താണ് സംഭവിച്ചത്? ഇന്നലെ ജാനും മോളും ഫ്രണ്ട്സും ഒരു കോൺസേർട്ടിൽ പങ്കെടുക്കാൻ പോയി.
കടലിൽ മണക്കും നടുക്കടലിൽ കൊണ്ടാൽ കാറ്റ് കൊണ്ട് ചോര മണക്കും നാളെ കര കാണുമോ അതോ ഇരയാകുമോ കടലിൽ വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ അനം തന്നെ ഉന്നം പലവാൻ എവനോ അവൻ തന്നെ മന്നൻ ഇനി നായകനോ ഉള്ളം കല്ലാക്കി വെള്ളത്തിൽ നാവികനോ കട്ടുമരക്കാരനോ പെരുങ്കടൽക്കാരനോ ഇത് വലയിൽ കുടുങ്ങുന്നത് മീനാണോ അതോ ഞാനാണോ കടൽ മീനാണോ നാളെ കര പോയി ചേരുന്നത് നീയാണോ അതോ ഞാനാണോ നീയാണോ ഞാനാണോ ആരാണോ വണക്കം 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 മക്കളെ വണക്കം എന്നിട്ട് എന്തിന്റെ വിശേഷങ്ങള് സുഖം എല്ലാവർക്കും ഓ ഭയങ്കര ഹാപ്പിയാണ് മക്കളെ നമുക്ക് കുറച്ച് പതുക്കെ കുറച്ച് മെലഡീസ് ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അല്ലേ പോയി നോക്കല്ലേ മക്കളെ ഹേമന്തേ കള്ളിക്കാട്ടില് മുള്ളു ചെടി പോലൊരുത്തി ഒരുത്തി കണ്ണാടി നെഞ്ചില് കല്ല് വീണ പോലൊരുത്തി ഒരുത്തി മുന്തിരി കള്ള് കണ്ണുകൊണ്ടെന്നെ മയക്കി മയക്കി കുപ്പത്തൊട്ടിയിൽ മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ അതിനെ മിന്നല് കൊണ്ട് നൂലിൽ കോർത്ത് നെഞ്ചിലണിഞ്ഞവൾ കത്തിയെരിയും സൂര്യനെ പൊട്ടുപോലെ തൊട്ട് നിന്റെ പട്ടുപോലത്തെ വിരല് കൊണ്ടാൽ പാറകല്ലും പൊട്ടും നിന്നെ ബാങ്കോക്ക് വരച്ചതോ മെർലിൻ മാൻഡ്രോ വീണ്ടും മണ്ണിൽ ജനിച്ചതോ സൂഫി കവിത മുന്നിൽ പെണ്ണായി നടന്നതോ സോവിയറ്റ് യൂണിയൻ എന്നിൽ വിപ്ലവം പിറന്നതോ ഹലോ സാർ മര്യാദക്ക് അടങ്ങി നിൽക്കണ സാറേ നോക്കിയേ സർ ഇവര് പോക്കറ്റിൽ നിന്ന് സ്റ്റഫ് കിട്ടി. ദിസ് ഈസ് റോങ്. നിങ്ങൾ എന്ത് തോന്നിയവാസമാണ് ഈ കാണിക്കുന്നത് സാറേ? നീ ആരെയാണ് ഈ പേടിപ്പിക്കുന്നേ എന്നെ? നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പില് ജോർജ് സാർ ഇങ്ങനെ നിക്കുന്നുണ്ടേലേ നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ടരിയാ. എന്നിട്ട് നമ്മൾ സ്റ്റേഷനിൽ പോയിരുന്നു അസ്തപ്പാനെ, പക്ഷെ കേസ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. സ്റ്റീഫ, CI ജോർജും ഡ്രഗ്സ് മാഫിയയും ചേർന്നുള്ള ഒരു വൃത്തികെട്ട കളിയാണിത്. എൻ്റെ ജാൻവി, എനിക്ക് അവളല്ലാതെ വേറെ ആരുമില്ലല്ലോ. അവൾ എനിക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ ഞാനില്ല സ്റ്റീഫ. മസൂദ്, ഇതിന്റെ പിന്നിൽ ആരാണ്? എന്റെ പിന്നിൽ അച്ഛനല്ലേ ബായ്. മസൂദ് ബായ്, ഇറ്റ്സ് എ ടാപ്പ്. ഐ തിങ്ക് ഇറ്റ്സ് അൻ അറസ്റ്റ് ടാപ്പ്. യുവാക്കളെ കള്ളക്കേസിൽ കൊടുക്കി ഡ്രഗ്സ് ക്യാരീസ് ആക്കാനുള്ള ഒരു മാഫിയാണിത്. ഒരു ചിരിയുടെ മുഖം കൂടി അണിഞ്ഞ് അന്തിക്രിസ്തു കളിക്കാൻ നോക്കുന്ന ജോർജ് സാർ. അവനിപ്പോ എവിടെയുണ്ട് മസൂദ്? ഐ നോ ഇസ് ദെൻ. ലെറ്റ്സ് ഗോ. മോളെ, നീ വിഷമിക്കരുത്. നിന്റെ ജാൻവിയെ നിന്റെ കയ്യിൽ സുരക്ഷിതമായി ഞാൻ എത്തിക്കും. എസ്തപ്പാനെ, ഒന്ന് കുമ്പസരിച്ചിട്ട് പൊക്കൂടെ? ചെയ്ത പാപങ്ങൾക്കല്ലേ ഫാദർ കുമ്പസരിക്കാൻ പറ്റൂ, ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് പറ്റില്ലല്ലോ. കിടന്ന് പിഴയാതെ കൊച്ചെ, അടങ്ങി ഒതുങ്ങി ഇരുന്നോ. നിന്റെ റാമ്പൊക്കെ ജോർജ് സാർ ഇപ്പൊ ശരിയാക്കി തരും. ഹലോ ജോർജ് സാറേ, ഇത് തീക്കളിയാണ്. ഒരു പൊതുവേദിയിൽ നിന്നാണ് ഇവരെ പൊക്കിയത്. നാളെ സാർ റിട്ടയറായി പോകും. നമ്മൾ തോന്നും, അല്ലേ പ്രിയ? സർ, ഇവര് പെൺകുട്ടികളാണ്.
ഇത് പുറത്തറിഞ്ഞാൽ കേസിന്റെ വകുപ്പാകെ മാറും. നമ്മളാണ് കുടുങ്ങാൻ പോകുന്നത്. സാറിന്റെ വഴി റിസ്ക് ആണ്. എടാ എന്റെ വഴി നിന്റെ വഴി അങ്ങനൊന്നുമില്ല, നമ്മുടെ വഴി. പക്ഷെ ആ വഴിയിലോട്ടെ മൂന്നാമതൊരാള് നമ്മുടെ അനുവാദം ഇല്ലാതെ ഉന്തി കയറി വന്ന, അറിയാലോ നിനക്ക് ഞങ്ങളെ കത്തിച്ചോളയും കുടുംബത്തോടെ. എടാ നമുക്കിതൊന്ന് ആഘോഷിക്കണ്ടടാ. കമോൺ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, കൊണ്ടുവാ കൊമ്പിട് കുറുങ്കുഴൽ കൊട് തപ്പിട് തകിൽ പുറം കൊട് നഗരതീരങ്ങളിൽ കുതിരവി ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ. നീ എന്നെ തൊട്ടു, അത് ഞാനങ്ങ് പോട്ടെന്ന് വെക്കും. പക്ഷെ നീ എന്റെ കുടുംബത്തിൽ കയറി കളിച്ചു, അത് ഞാൻ സഹിക്കില്ല. 36 വർഷമായടാ ഞാൻ പോലീസിൽ. ഇതിനിടയിൽ പുറത്ത് അറിയുന്നതും അറിയാത്തതുമായ പല ചെറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ലടാ. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയറായി DYSP മെഡലും വാങ്ങി ഇറങ്ങുമ്പോ ജോർജ് സാറ് പഴയ ജോർജ് സാറ് തന്നെയാണ്. നീ ചെകുത്താൻ വേദമോതുന്നത് കേട്ടിട്ടുണ്ടോ? എസേക്കിയേൽ 25:17 പഴയ നിയമം. ഈ അന്ധതയുടെ താഴ്വരയിൽ നിന്നും നീതിമാനെ കരകയറ്റുന്നവൻ അനുഗ്രഹീതനാകുന്നു. കാരണം അവൻ സത്യമായും അവന്റെ സഹോദരങ്ങളുടെ രക്ഷകനും വഴിതെറ്റിയ കുഞ്ഞാടുകളുടെ വഴികാട്ടിയുമാണ്. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവ്. രാജാവോ? നിങ്ങളോ? നിങ്ങളവിടെ രാജാവ് കളിച്ച് നിന്ന മനുഷ്യ. വീട്ടിലെ പണിയൊക്കെ ആര് ചെയ്യും? അയ്യോ മോളെ നാട്ടിക്കല്ലേ. ഇപ്പൊ വരാമെന്ന് പറഞ്ഞു പോയ ആളാ. അയ്യോ ചൂടാവല്ലേ കൊച്ചിക്കല്ലേ. വേഗം വന്ന പണിയൊക്കെ തീർക്കച്ചായ. എന്നിട്ട് വേണം എനിക്കൊന്ന് റിലാക്സേഷൻ ചെയ്യാൻ. നിങ്ങൾ ഇവിടെ രാജാവായിരിക്കും, പക്ഷേ വീട്ടിലെ രാജാവ് ഈ ഞാനാ. ഞാൻ ഈ ഡയലോഗ് ഒന്ന് തീർത്തിട്ട് ഇപ്പൊ വരാം. ഇതൊന്നും വീഡിയോയില് വരുന്നില്ലല്ലേ? അപ്പോ നമ്മൾ ഇവിടെ പറഞ്ഞു നിർത്തിയത് ഇതുകൊണ്ടൊന്നും ഇത് തീരത്തില്ല. ഈ ഞാൻ വെറും ഒരു കണ്ണി മാത്രം. ഇത് ഇനിയും തുടരും. നീ എന്ത് കരുതി ഞാൻ ഈ യുദ്ധത്തിൽ ഒറ്റയ്ക്കാണെന്നോ? നോക്ക് അക്കാഫിന്റെ സേന. താരച്ചേലാട്ടം തനിയെ പോരാട്ടം നടനത്തിക പറയും കളിയാട്ടം ആട്ടം കൊണ്ടാട്ടം അഴകായി ഒരുങ്ങി വന്ന